ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ഓഫ് എ മെട്രിക്സ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. ഡെഫിനേഷൻ നോക്കാം. ദ മെട്രിക്സ് ഒബ്റ്റൈൻഡ് ഫ്രം എനി ഗിവൺ മെട്രിക്സ് എ ബൈ റീപ്ലേസിംഗ് ഇറ്റ്സ് എലമെൻറ്റ്സ് ബൈ ദി കറസ്പോണ്ടിങ് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് നമ്പേഴ്സ് ഈസ് കോൾഡ് ദി കോഞ്ചുഗേറ്റ് ഓഫ് എ ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ എ ബാർ ഓർ എ സ്റ്റാർ. എന്താ പറയുന്നത്, ഒരു മെട്രിക്സ് എ ഉണ്ട്, അതിൽ ഉള്ളിൽ ഒരുപാട് എൻട്രീസ് ഉണ്ട്. അത് റിയൽ ആവാം, കോംപ്ലക്സ് ആവാം. ആ മെട്രിക്സിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഓരോ നമ്പറിൻ്റെയും കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മെട്രിക്സ് ആണ് എന്തെന്ന് പറയുന്നത്? കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ഓഫ് എ എന്ന് പറയുന്നത്. ഓക്കെ, ദസ് ഇഫ് എ ഈക്വൽ ടു എ ഐ ജെ, എ ബാർ ഈക്വൽ ടു ബി ഐ ജെ, വേർ ബി ഐ ജെ ഈക്വൽ ടു എ ഐ ജെ കോഞ്ചുഗേറ്റ് ഫോർ ഓൾ ഐ ആൻഡ് ജെ എന്ന് പറയുന്ന എ ഐ ജെ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് വെച്ചിട്ട് നമ്മൾ എ ഐ ജെനെ റീപ്ലേസ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു മെട്രിക്സ് ആണ് കിട്ടുക. ആ മെട്രിക്സിനെ നമ്മൾ എ ബാർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, അതായത് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ഓഫ് മെട്രിക്സ് എ. ഫോർ എ മെട്രിക്സ് എ ഹൂസ് എലമെൻറ്റ്സ് ആർ ഓൾ റിയൽ നമ്പേഴ്സ്, കോഞ്ചുഗേറ്റ് എ ബാർ ഓഫ് എ കോയിൻസൈഡ്സ് വിത്ത് ഇറ്റ് സെൽഫ്, ദാറ്റ് ഈസ് എ ബാർ ഈക്വൽ ടു എ. അതായത് റിയൽ നമ്പേഴ്സാണ് എ എന്ന് പറയുന്ന മെട്രിക്സിലുള്ളതെങ്കിൽ ആ നമ്പേഴ്സിൻ്റെ എല്ലാത്തിൻ്റെയും കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെയിം തന്നെയാണ്. റിയൽ നമ്പേഴ്സിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് റിയൽ നമ്പേഴ്സ് തന്നെയാണ്. സോ എ ബാർ എന്ന് പറയുന്നത് എന്തിനോട് തന്നെ ഈക്വലായി വരും? എ എന്ന് പറയുന്ന മെട്രിക്സിനോട് ഈക്വലായി വരും. ഫോർ എ മെട്രിക്സ് ഹൂസ് എലമെൻറ്റ്സ് ആർ ഓൾ പ്യുവർലി ഇമാജിനറി, കോഞ്ചുഗേറ്റ് എ ബാർ ഓഫ് എ ഈസ് മൈനസ് എ. എല്ലാ എലമെൻറ്റ്സും പ്യുവർലി ഇമാജിനറി ആണെങ്കിൽ, അതായത് നമ്മൾ കോംപ്ലക്സ് നമ്പറിൻ്റെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? എ പ്ലസ് ഐ ബി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ പ്യുവർലി ഇമാജിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാജിനറി പാർട്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതായത് എ എന്ന് പറയുന്നത് 0 ആയിരിക്കും, ഐ ബി എന്ന് പറയുന്ന നമ്പറിലായിരിക്കും ആ നമ്പർ മാത്രമേ അവിടെ ഉണ്ടായിരിക്കുള്ളൂ. സോ പ്യുവർലി ഇമാജിനറി, ഐയുടെ കോഎഫിഷ്യൻറ്റ് വരുന്നത് മാത്രം. ഐ ബി എന്ന് പറയുന്ന ഫോർമാറ്റിലായിരിക്കും അതിലെ എൻട്രീസൊക്കെ ഉണ്ടാവുക. അവരുടെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? മൈനസ് എ ആയിരിക്കും കിട്ടുക. എ ബാർ എന്ന് പറയുന്നത് മൈനസ് എ ആയിരിക്കും. ഇനി സിൻസ് കോഞ്ചുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഈസ് ദി നമ്പർ ഇറ്റ് സെൽഫ്, ഇറ്റ് ഫോളോസ് ദാറ്റ് എ ബാർ ഓൾ ബാർ ഈക്വൽ ടു എ. അതായത് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കുന്നു, എഗെയിൻ അതിൻ്റെ കോഞ്ചുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെയിം നമ്പർ തന്നെയാണ് കിട്ടുക. ഓക്കെ, അതായത് എ എന്ന് പറയുന്നത് എ പ്ലസ് ഐ ബിയുടെ കോഞ്ചുഗേറ്റ് എടുക്കുന്നു, അപ്പോൾ നമുക്ക് എ മൈനസ് ഐ ബി കിട്ടുന്നു. ദെൻ എഗെയിൻ അതിൻ്റെ കോഞ്ചുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താ വരാൻ പോകുന്നത്? എ പ്ലസ് ഐ ബി തന്നെയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? എ ബാർ ഓൾ ബാർ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നെയായിരിക്കും. താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ ഈക്വൽ ടു ഫസ്റ്റ് റോ 1 + 2i, 2 - 3i, 3. സെക്കൻഡ് റോ 8i, 5, 3 + 4i. അങ്ങനെയെങ്കിൽ എ ബാർ എന്ന് പറയുന്നത് 1 + 2iയുടെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1 - 2i. 2 + 3iയുടെ കോഞ്ചുഗേറ്റ് 2 - 3iയുടെ കോഞ്ചുഗേറ്റ് 2 + 3i. 3 എന്ന് പറയുന്നത് റിയൽ നമ്പറാണ്, സോ അതിൻ്റെ കോഞ്ചുഗേറ്റ് 3 തന്നെയാണ്. 8iയുടെ കോഞ്ചുഗേറ്റ് എന്താണ്? -8i. 5 എന്ന് പറയുന്നത് റിയൽ നമ്പറാണ്, സോ അതിൻ്റെ കോഞ്ചുഗേറ്റ് 5 തന്നെ വരും. 3 + 4iയുടെ കോഞ്ചുഗേറ്റ് 3 - 4i. ഓക്കെ, ഇനി അടുത്തത് ദ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. The conjugate of the transpose of a matrix A is called its conjugate transpose and is denoted by A dagger. Thus, A dagger equal to A transpose conjugate. അതായത് നമുക്കൊരു മെട്രിക്സ് എ തന്നിട്ടുണ്ടായിരിക്കും, അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തതിന് ശേഷം കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കാം. ആ മെട്രിക്സിനെയാണ് നമ്മൾ പറയുന്നത് എ ഡാഗർ എന്ന്. ഒബ്വിയസ്ലി ദ കോഞ്ചുഗേറ്റ് ഓഫ് ദ ട്രാൻസ്പോസ് ഈസ് ദി സെയിം ആസ് ദി ട്രാൻസ്പോസ് ഓഫ് ദി കോഞ്ചുഗേറ്റ്. എന്താ പറയുന്നത്? കോഞ്ചുഗേറ്റ് എടുത്തതിന് ശേഷം ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാലും ട്രാൻസ്പോസ് എടുത്തതിന് ശേഷം കോഞ്ചുഗേറ്റ് എടുത്തു കഴിഞ്ഞാലും രണ്ടും ഒരേ മെട്രിക്സ് തന്നെയാണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഓൾസോ സിൻസ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആൻഡ് എ ബാർ ഓൾ ബാർ എ കോഞ്ചുഗേറ്റ്, എഗെയിൻ വി ടേക്ക് എ കോഞ്ചുഗേറ്റ്, ദെൻ വി ഗെറ്റ് എ. ദെർഫോർ നമുക്ക് എന്ത് പറയാം? എ ഡാഗർ ഓൾ ഡാഗർ ഈക്വൽ ടു എ എന്ന് പറയാം. ഓക്കെ, ഒരു മെട്രിക്സിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കുന്നു, എഗെയിൻ കോഞ്ചുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ സെയിം മെട്രിക്സ് തന്നെ കിട്ടുന്നു. അതുപോലെ തന്നെ എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്? സെയിം മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നത്. ആ സെയിം പ്രോപ്പർട്ടി തന്നെ ഡാഗറിനും ഫോളോ ചെയ്യുന്നുണ്ട്. എ ഡാഗർ ഓൾ ഡാഗർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്?
എ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എ ഡാഗർ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് അടുത്ത എക്സാമ്പിളിൽ കാണിക്കുന്നത്. ഫസ്റ്റ് റോ 1 + 2i 2 - 3i 3, സെക്കൻഡ് റോ 8i 5 3 + 4i. ഓക്കെ, അതിൻ്റെ എ ഡാഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മളിവിടെ ട്രാൻസ്പോസ് എടുക്കുന്നു. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. എ ഡാഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എ ട്രാൻസ്പോസ് ഓൾ കോഞ്ചുഗേറ്റ് അല്ലെങ്കിൽ എ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് അങ്ങനെ എടുക്കാം. ഓൾറെഡി എ കോഞ്ചുഗേറ്റ് നമ്മൾ മുകളിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ മതി. ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്ത് വരും, ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് എ ബാറിൻ്റെ ഫസ്റ്റ് റോ ആയിരിക്കും. അപ്പോൾ എന്ത് വരും, 1 - 2i 2 + 3i 3, സെക്കൻഡ് കോളം -8i 5 3 - 4i എന്ന് വരും. ഓക്കെ, അടുത്തത് ഹെർമിഷ്യൻ മെട്രിസസ്. എ സ്ക്വയർ മെട്രിക്സ് എ ഈക്വൽ ടു aij ഈസ് സെഡ് ടു ബി ഹെർമിഷ്യൻ ഇഫ് aij ഈക്വൽ ടു aji ബാർ ഫോർ ഓൾ. ബാർ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അവിടെ കോഞ്ചുഗേറ്റ്. ഓക്കെ, aij ഈക്വൽ ടു aji കോഞ്ചുഗേറ്റ് ഫോർ ഓൾ I and j. That is, if for every I and j the ijth element is the complex conjugate of the jith element. Hence, a matrix A is Hermitian if it coincides with its conjugate transpose. That is, if A dagger equal to A. ഒരു മെട്രിക്സ് ഹെർമീഷ്യൻ ആണെന്ന് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷൻ, എ ഡാഗർ എന്ന് പറയുന്നത് എയോട് തന്നെ ഈക്വൽ ആയിരിക്കണം. അതായത് എ ട്രാൻസ്പോസ് കോഞ്ചുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ തന്നെ കിട്ടുവാണെങ്കിൽ നമ്മളതിന് എന്തെന്ന് പറയും, ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, ദെൻ അതിൽ നമ്മൾ ഹെർമീഷ്യനാണെന്ന് പറയാനായിട്ട് അവിടെ ചെറിയൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഹെർമീഷ്യൻ മെട്രിക്സിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. ഇഫ് എ ഈസ് ഹെർമീഷ്യൻ, അതായത് ഈ ഒരു കാര്യം, ഇഫ് എ ഈസ് ഹെർമീഷ്യൻ then for every I aii equal to aii conjugate. ഓക്കെ, അതായത് ഡയഗണൽ എൻട്രീസ് എടുക്കുകയാണെങ്കിൽ aii നമ്മളതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ ഡയഗണൽസിൻ്റെ വ്യത്യാസം വരുന്നില്ല. ദെൻ അതിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കണം. ഓക്കെ, അപ്പോൾ അവിടെ എന്താ വരുന്നത്, aii എന്ന് പറയുന്നത് aii കോഞ്ചുഗേറ്റിനോട് എന്തായിരിക്കണം, ഈക്വൽ ആയിട്ട് വരണം. ഒരു നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് ആ നമ്പറിനോട് തന്നെ ഈക്വലായി വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ ഏതായിരിക്കും, ഒരു റിയൽ നമ്പർ ആയിരിക്കും. സോ ഒരു ഹെർമിഷ്യൻ മെട്രിക്സിൻ്റെ ഡയഗണൽ എൻട്രീസ് എപ്പോഴും ഒരു റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഡയഗണൽ എൻട്രീസ് എപ്പോഴും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അതാണ് നമ്മളിവിടെ മെയിനായിട്ട് നോക്കാനുള്ളത്. ഹെൻസ് എവറി ഡയഗണൽ എലമെൻറ്റ്സ് ഓഫ് ഹെർമിഷ്യൻ മെട്രിക്സ് ഈസ് റിയൽ. ഓക്കെ, ആ റിസൾട്ടാണ് നമ്മളിവിടെ നോക്കേണ്ടത്. ഒരു മെട്രിക്സ് ഹെർമീഷ്യൻ ആണോ എന്ന് ഫസ്റ്റ് ലുക്കിൽ തന്നെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ അതിൻ്റെ ഡയഗണൽസ് ഒന്ന് നോക്കിയാൽ മതി. ഡയഗണൽസ് എല്ലാതും റിയൽ ആണോ എന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യുക, പിന്നെ നമ്മൾ ബാക്കിയുള്ള എലമെൻറ്റ്സിനെ കുറിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു മെട്രിക്സ് താഴെ തന്നിട്ടുണ്ട്. ആ മെട്രിക്സിൽ നോക്കാം, അതിലെ ഡയഗണൽസ് ഒക്കെ എന്താ വരുന്നത്, 1 0 2 ആണ് വരുന്നത്. ഇതൊക്കെ എന്താണ്, റിയൽ ആണ്. നമ്മൾ ട്രാൻസ്പോസ് എടുത്ത് കോഞ്ചുഗേറ്റ് എടുക്കുമ്പോൾ സെയിം മെട്രിക്സ് തന്നെയാണ് വരാൻ പോകുന്നത്. ഇനി അടുത്തത് സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ്. A square matrix A equal to aij is said to be skew Hermitian if aij equal to -aji conjugate for all I and j. That is, if for every I and j the ijth element is the negative of the complex conjugate of the jith element. Hence, a matrix A is skew Hermitian if it is coincides with the negative of its conjugate transpose. That is, if -a dagger equal to a, അല്ലെങ്കിൽ നമുക്ക് a dagger equal to -a എന്ന് പറയാം. ഓക്കെ, a dagger equal to -a, അതാണ് സ്ക്യൂ ഹെർമീഷ്യൻ്റെ ഡെഫിനിഷൻ. നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞത് എ ഡാഗർ ഈക്വൽ ടു എ ആയിരിക്കണം. സ്ക്യൂ ഹെർമീഷ്യൻ ആവണമെങ്കിൽ എ ഡാഗർ ഈക്വൽ ടു -a ആവണം. ഇനി അടുത്ത അതിൻ്റെ ഡയഗണൽ എൻട്രീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എ ഡാഗർ ഈക്വൽ ടു -a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണൽ എൻട്രീസ് എങ്ങനെ വരും, aii ഈക്വൽ ടു -aii കോഞ്ചുഗേറ്റിനോട് ഈക്വലായിട്ട് വരണം. അങ്ങനെയെങ്കിൽ വിച്ച് ഇംപ്ലൈസ് aii പ്ലസ് aii കോഞ്ചുഗേറ്റ് ഈക്വൽ ടു 0. നമ്മൾ സ്ക്യൂ സിമെട്രിക്കിൽ കണ്ടു.
സ്ക്യൂ സിമെട്രിക്കിൽ ഡയഗണൽ എൻട്രീസ് ഒക്കെ എന്താണെന്നാണ് പറഞ്ഞത്? 0 അവിടെ നിന്നാണ് പറഞ്ഞത്. അവിടെ നമ്മൾ 0 മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. ഇവിടെ നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സും കൂടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ AII ഈക്വൽ ടു മൈനസ് AII കോഞ്ചുഗേറ്റിനോട് ഈക്വൽ ആവാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ട് പോസിബിലിറ്റിയാണ് വരുന്നത്. ഒന്ന്, AII എന്ന് പറയുന്നത് 0 ആവാം. 2, പ്യുവർലി ഇമാജിനറി നമ്പർ ആവാം. പ്യുവർലി ഇമാജിനറി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ BI എന്ന് വരും. BIയുടെ മൈനസ് BI കോഞ്ചുഗേറ്റ്. സോ BIയുടെ കോഞ്ചുഗേറ്റ് എന്താണ്? മൈനസ് BI ആണ്. സോ മൈനസും ക്യാൻസലായി BI തന്നെ വരും. സോ പ്യുവർലി ഇമാജിനറി നമ്പറും അല്ലെങ്കിൽ 0 ആയിരിക്കും സ്ക്യൂ ഹെർമിഷ്യൻ മെട്രിക്സിൻ്റെ ഡയഗണൽ എൻട്രീസ് ആയിട്ട് വരാം. ഹെൻസ് every diagonal elements of skew Hermitian matrix is either a purely imaginary number or 0. ഓക്കെ, അപ്പോൾ താഴെ ഒരു സ്ക്യൂ ഹെർമിഷ്യൻ മെട്രിക്സിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കാം, അതിൻ്റെ ഡയഗണൽ എൻട്രീസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? 3i 4i 0. പ്യുവർലി ഇമാജിനറി നമ്പർ ആയിട്ടുള്ള 2 ഉണ്ട്, പിന്നെ 0യും വരുന്നുണ്ട്. Remark, it is important to notice that every symmetric matrix with the real numbers as elements is Hermitian and every skew symmetric matrices with the real numbers as elements in skew Hermitian. എന്താ പറയുന്നത്? നമ്മൾ പറഞ്ഞു റിയൽ നമ്പേഴ്സിൻ്റെ കോഞ്ചുഗേറ്റ് എന്ത് തന്നെയാണ്? റിയൽ നമ്പേഴ്സ് തന്നെയാണ്. സോ നമ്മൾ സിമെട്രിക് മെട്രിക്സിൽ റിയൽ നമ്പേഴ്സ് എൻട്രീസ് ആണ് വരുന്നതെങ്കിൽ സിമെട്രിക് മെട്രിക്സിൽ റിയൽ നമ്പേഴ്സ് ആണ് വരുന്നത്. സോ അവിടെ നമ്മൾ റിയൽ നമ്പേഴ്സ് എൻട്രീസ് എടുക്കുമ്പോൾ സെയിം സിമെട്രിക് മെട്രിക്സസ് ഒക്കെ ഹെർമീഷ്യൻ മെട്രിക്സിലെ എലമെൻറ്റ്സ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് വിത്ത് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സിലെ എലമെൻറ്റ്സ് തന്നെയായിരിക്കും. അതായത് ഇത്രയും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സിമെട്രിക് മെട്രിക്സ് വിത്ത് റിയൽ നമ്പേഴ്സ് എല്ലാതും ഹെർമീഷ്യൻ മെട്രിക്സ് തന്നെയാണ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് വിത്ത് റിയൽ നമ്പേഴ്സ് എല്ലാതും സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് തന്നെയായിരിക്കും. തിരിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ? സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സിൽ ഡയഗണൽ എൻട്രീസ് ഒക്കെ എന്ത് വരാം? പ്യുവർലി ഇമാജിനറി വരാം. പക്ഷേ സ്ക്യൂ സിമെട്രിക്കിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ഡയഗണൽ എൻട്രീസ് എല്ലാതും 0 വരണം. സോ തിരിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് എല്ലാതും സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് വിത്ത് റിയൽസ് എന്ന് പറയുന്നത് സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് തന്നെയാണെന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് നോർമൽ മെട്രിസസ്. A square matrix A is said to be normal if A and its conjugate transpose A dagger commute. That is, if A dagger equal to A dagger A. അതായത് ഒരു മെട്രിക്സ് A നോർമൽ ആണെന്ന് പറയണമെങ്കിൽ A dagger ഈക്വൽ ടു A dagger A ആയിരിക്കണം. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ മെട്രിസസ് എന്ന് പറയുന്ന ആ ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ നമ്മൾ ഈ ഒരു സെക്ഷനിൽ കുറേ മെട്രിക്സ്, പുതിയ തരം മെട്രിക്സ്, സിമെട്രിക് ഉണ്ട്, സ്ക്യൂ സിമെട്രിക്, ഹെർമീഷ്യൻ, സ്ക്യൂ ഹെർമീഷ്യൻ, അതുപോലെ ട്രാൻസ്പോസ്, കോഞ്ചുഗേറ്റ് ഓഫ് എ മെട്രിക്സ്, ലാസ്റ്റ് നമ്മൾ നോർമൽ മെട്രിസസ്, ഹെർമീഷ്യൻ, നോർമൽ മെട്രിസസ് ഇതൊക്കെയാണ് കണ്ടത്. കൂടുതലും ഡെഫിനേഷൻസ് ആണ്. ഈ ഡെഫിനേഷൻസൊക്കെ നന്നായി മനസ്സിലാക്കി വയ്ക്കുക. ഒരുപാട് എക്സാമ്പിൾസ് കണ്ടുപിടിക്കാം. ഓരോ ഡെഫിനേഷൻസിനും ഒരു 2 എക്സാമ്പിൾ വെച്ചെങ്കിലും ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ ഡെഫിനേഷനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.